CJP രാഷ്ട്രീയ പാർട്ടിയാകില്ല, സമ്മർദ്ദ ശക്തിയായി തുടരും. ജനകീയ മുന്നേറ്റങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനം. സോനം വാങ്ചുക് ആയിരിക്കും മുഖ്യ ഉപദേശകൻ. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ഭാഗമായവർക്ക് നിയമസഹായം നൽകാനും തീരുമാനം. മുംബൈയിൽ CJP യോഗം തുടരുകയാണ്. इसमें दो चीजें हैं, जैसे कि अभी क्या हो रखा है, चाहे पॉलिटिकल सिस्टम हो, चाहे जुडिशरी हो, चाहे मीडिया हो, चाहे इलेक्शन कमीशन हो, इन सभी इंस्टीट्यूशन से जनता का भरोसा उठ चुका है, पूरी तरह उठ चुका है. और जो हमारे मूवमेंट को सपोर्ट मिला था वो सिर्फ एजुकेशन तक लिमिटेड नहीं रहा था. जैसे जैसे आंदोलन बढ़ा, वो इन सारे इंस्टीट्यूशन के ऊपर जो भरोसा कम हुआ है जनता का, वो गुस्सा दिख रहा था. जंतर मंतर पर दिख रहा था, मुंबई में दिख रहा था, बंगाल में दिख रहा था, चेन्नई में दिख रहा था, देश भर में दिख रहा था. तो इसलिए हमें लगता है इन सारे इंस्टीट्यूशंस में अकाउंटेबिलिटी वापस लाने के लिए और कहीं ना कहीं इन इंस्टीट्यूशंस को वापस से न्यूट्रलिटी वापस लाने के लिए एक पब्लिक मूवमेंट की जरूरत है, एक पब्लिक प्रेशर की जरूरत है. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ്, CJP രാഷ്ട്രീയ പാർട്ടിയാകുമോ? ഏറ്റവും വലിയ ചോദ്യമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷി പാർട്ടിയാകാനുള്ള തീരുമാനം എന്തായാലും CJPക്കില്ല. പക്ഷെ അതേസമയം തന്നെ ഈ പറയുന്ന ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനും ശേഷിയുണ്ടെന്ന് തെളിയിച്ചൊരു സംഘടനാ സമ്മർദ്ദ ശക്തിയായി തന്നെ തുടരാൻ തീരുമാനമെടുത്തിരിക്കുന്നു. മധു രാഷ്ട്രീയ പാർട്ടിയാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. മാസ് മൂവ്മെന്റായി വന്ന CJP ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റായി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുമോ എന്ന രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് കോർ കമ്മിറ്റി യോഗമാണ് വിളിച്ചത്. ഛത്രപതി സംഭാജി നഗറിലെ അഭിജിത് ദീപ്കയുടെ നാട്ടിലാണ് ഇന്ന് മുഖ്യ സ്ഥാപകർ അടക്കം വക്താക്കളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള യോഗം വിളിച്ചു വന്നിരിക്കുന്നത്. യോഗത്തിന് മുമ്പ് അഭിജിത് ദീപ്കെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടും, പൊതുവായി എന്ത് രാജ്യത്ത് നടന്നാലും അതിനകത്തൊരു അഭിപ്രായം പറയും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഇതിനോടകം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി മാറിയിട്ടുണ്ട്. ഒരു സമ്മർദ്ദ ശക്തിയായി തന്നെ തുടരുമെന്നും എല്ലാ നിലപാടുകളും കൃത്യമായി പറയുമെന്നുമാണ് ഇപ്പോൾ അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് രാജ്യത്ത് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്ന, അതായത് കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം നൽകേണ്ട, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏത് ആവശ്യത്തിലും ഏത് സാഹചര്യത്തിലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സാന്നിധ്യം അത് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് അഭിജിത് ദീപ്കെ. ഇനി എന്തായാലും ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം കൂടുതൽ തീരുമാനങ്ങൾ അത് പറയും. സോനം വാങ്ചുക് ആയിരിക്കും ഇനി അവരുടെ മുഖ്യ ഉപദേശകൻ. ഈ സമരത്തിലുടനീളം സോനം വാങ്ചുക്കിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. സോനം വാങ്ചുക്കിനോട് കാര്യങ്ങൾ ചോദിക്കും, അഭിപ്രായം തേടും, അത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് നിലവിൽ CJP വ്യക്തമാക്കുന്നത്.